എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ മൂർത്തിമുത്തശ്ശൻ വന്ന് ജലജനെ അങ്ങോട്ട് പഞ്ഞിക്കിടുവാണ്. ഇനി മേലാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. കനകയുടെ നേരെന്നല്ല, ആരുടെ നേരെ കൈപൊക്കും എന്തെങ്കിലും ചെയ്താല് നിന്റെ സ്ഥാനം ഈ വീടിന് വെളിയിലായിരിക്കും. അവസാനം താക്കീതും കൊടുത്ത് അങ്ങോട്ട് പോവാ. ഈ സമയത്ത് രൂക്ഷമായിട്ട് കനകേനെ നോക്കിയിട്ട് ജലജ ചോദിച്ചു, അല്ല എപ്പോഴാണ് നിന്നെ ഞാൻ തല്ലിയേന്ന് ചോദിക്കുക. പെട്ടെന്ന് കനകോട്, നിങ്ങൾ എന്നെ തല്ലിയില്ലേന്ന് ചോദിക്കരുത്, കള്ളത്തരം പറയരുത് കേട്ടോ. നിങ്ങൾ എന്നെ കഴുത്തിന് കുത്തി പിടിച്ചില്ലേ? ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, നിന്റെ നാക്കു പുഴുത്തുകോളൂ. നീ അതുപോലത്തെ കള്ളത്തരാ പറയണേ. ഇതൊക്കെ കണ്ടുകൊണ്ട് ദൈവം തമ്പുരാൻ മുകളിൽ ഇരിപ്പണ്ടീ, നിനക്കിട്ടുള്ള പണി തന്നോളൂ എന്ന് പറയാ. ഈ സമയം കനകയിലൊരു ചിരിയുണ്ടായി. എന്താടി നീ ഒരുമാതിരി കളിയാക്കി ചിരിക്കുന്നേ? എനിക്ക് മനസ്സിലായി നിന്റെ ആ ചിരിയുടെ അർത്ഥം എന്ന്. ഇദ്ദേഹം പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ നയനെ പെട്ടെന്ന് ചോദിച്ചു, അമ്മേ സത്യം പറമേ, എന്താ സംഭവിച്ചേ? അമ്മേനെ എന്തേലും ചെയ്തോന്ന് ചോദിക്കാം. പക്ഷെ ഇതിന് മറുപടി ഒന്നും പറയാതെ കനക അങ്ങോട്ട് കയറിപ്പോവാണ്. പിന്നീട് നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോ അബി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എടാ അബി, നീ ഇവിടെ ഇരുന്നോ കേട്ടോ. അവൾ എന്തൊക്കെ പ്രകടനങ്ങൾ അവിടെ കാഴ്ചവെച്ചെന്നറിയോ? ആരാമ്മേ? ആ കനകയുണ്ടല്ലോ, അവൾ ഇന്ന് അച്ഛന്റെ മുന്നിൽ എന്നെ നാണം കെടുത്തി. ഞാൻ അവളെ തല്ലി പോലും ഒന്നും ചെയ്തില്ല മോനെ. വെറുതെ ഓരോ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കിയതാ. എന്നിട്ട് അമ്മയൊന്നും ചെയ്തില്ലേ? എന്ത് ചെയ്യാനായിട്ട്? അവളുടെ പ്രകടനം കണ്ടിട്ടുണ്ടെങ്കിൽ ഓസ്കാർ അവാർഡ് അവളുടെ കിട്ടുമായിരുന്നു. അമ്മാതിരി അല്ലായിരുന്നു അവള് കാണിച്ചു കൂട്ടിയത്. എന്നിട്ടോ എനിക്ക് നല്ല വഴക്കം കിട്ടി. അമ്മ എന്തിനാ അമ്മ ഇതൊക്കെ കേൾക്കാനായിട്ട് പോയി നിന്നു കൊടുത്തേ? എടാ ഞങ്ങൾ പിന്നെ എന്താ ചെയ്യണ്ടേ? അവളെ കൊണ്ട് ഞാൻ പൊറുതിമുട്ടി. ഇത്രയും ദിവസം അവളുടെ മക്കളെ കൊണ്ടായിരുന്നു, ഇപ്പോഴാണ്ട് അവളെ കൊണ്ട്. എന്തേ അവളുടെ മക്കളെ ഇവിടെ നിന്ന് ഓടിച്ചു വിടണമെന്ന് കരുതിയിരിക്കുന്ന സമയത്ത് ഇപ്പൊ അവളെ ആദ്യം ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണമെന്ന് തോന്നേ. അല്ലെങ്കിൽ മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് ആദ്യം ഇറങ്ങേണ്ടി വരും. ഓ ഇനി ഇപ്പൊ എന്താ അമ്മ ചെയ്യുന്നേ? എന്ത് ചെയ്യാനാ? എല്ലാം നിന്റെ കയ്യിലിരിപ്പും കൊണ്ടാ. നിനക്കൊന്ന് ശ്രദ്ധിച്ചു കൂടായിരുന്നോ? ആ കുഞ്ഞ്, അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്. അമ്മ അത് എന്റെ കുഞ്ഞല്ല. ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ദേ നീ അതും കൂടെ പറഞ്ഞോട്ടാ ഇനി. അമ്മ ശരിയാ അമ്മേ, അങ്ങനെയാണെങ്കിൽ DNA ടെസ്റ്റ് ഒക്കെ നടത്തി നോക്കാം. പക്ഷെ കാര്യമുണ്ട്, അങ്ങനെയെങ്കിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞെങ്ങാനൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്ന് നിന്റെ കഥ. നീ ഈ വീടിന് പുറത്തായിരിക്കും. നീ മാത്രമല്ല ഞാനും. അവൾ ഇവിടെ സുഖിച്ചു വാഴും. അതൊക്കെ നിനക്ക് അറിയാലോ. അറിയാമേ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതെല്ലാം അവളുടെ ഉണ്ടല്ലോ പെരുങ്കള്ളിയുടെ നാടകമാ. അവളും അവളുടെ മക്കളും കൂടെ ചേർന്നുണ്ടാക്കുന്ന. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എന്തേലും പറഞ്ഞ് അനുസരിക്കാലേ നിവൃത്തിയുള്ളൂ, അല്ലാതെ നിവൃത്തിയില്ലോ എന്ന് പറയണം. ഈ സമയം കനക അങ്ങോട്ട് കയറി വരുന്നത്, ആ പെരുങ്കള്ളി വരുന്നുണ്ടെന്ന് പറയാ. കനക അത് കേട്ടു. കനക പറഞ്ഞു, ആഹാ എനിക്ക് നല്ല പേരൊക്കെ ഇട്ടല്ലോ. ഈ പേരല്ല, എന്ത് പേര് വേണേലും എന്നെ ഇട്ട് വിളിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. എന്ത് വേണം ചെയ്തോ. എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? എന്നാ തല്ലിക്കോ. പെട്ടെന്ന് അഭിച്ച്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കാണിച്ചു കൂട്ടെന്ന് ചോദിക്കുക. ആഹാ അഭിമാനെ, നീ ചോദ്യം ചെയ്യാൻ തുടങ്ങിയല്ലോ. അതെ, എന്റെ മക്കൾക്ക് ഇവിടെ സന്തോഷകരമായിട്ട് ജീവിക്കണം. അറിയാലോ, നീ നിന്റെ അമ്മയും കൂടെ അവർക്ക് സന്തോഷം കൊടുക്കുന്നില്ലെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്. പിന്നെ നിന്റെ അമ്മ ഏറ്റവും വലിയ തറയാന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ തറയാവാനായിട്ട് എനിക്ക് സാധിക്കും. അതുകൊണ്ട് എന്റെ അടുത്ത് നിങ്ങളുടെ അടവൊന്നും നടക്കത്തില്ല. മര്യാദയാണെങ്കിൽ മര്യാദ. പെട്ടെന്ന് ജലജോർ, നിന്നെ ഞാൻ ഉണ്ടല്ലോടി എന്ന് പറയണം. എന്താ തല്ലാൻ തോന്നുന്നുണ്ടോ? എന്നങ്ങോട്ട് തല്ല്. അങ്ങനെ അങ്ങോട്ട് കനക അടുത്തടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് നയനെ അങ്ങോട്ട് കയറിയിരുന്നേ. നയനെ കണ്ടു അവരുടെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ. പിന്നീട് ജലജ നിന്നെ കാണിച്ചു തരാടി. അധികം വൈകാതെ തന്നെ നിന്നെ വീട്ടിൽ നിന്ന് കെട്ടുകടിക്കും. ആരാ നിനക്ക് അറിയത്തില്ല ഈ ജലജ. അതേടി എനിക്ക് നന്നായിട്ടറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് മര്യാദയാണ് മര്യാദ. മര്യാദ കേട്ട് എന്തെങ്കിലും കാണിക്കാൻ വന്നാണ്ടല്ലോ പിന്നെ ഞാൻ പിടിച്ചു നിൽക്കില്ല. എനിക്ക് നല്ല തറവേലകളൊക്കെ കാണിക്കാൻ അറിയാം. ഇതെല്ലാം ഇതിലപ്പുറം കണ്ടു പഠിച്ചിട്ട് വന്നാളാ ഈ കനക. അറിയാലോ. കൂടുതൽ ഇനി എന്നോട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് കനക ഇങ്ങോട്ട് മാറുമ്പോഴത്തേനും നയന വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മേ പ്രശ്നം? കാര്യം എന്താന്ന് ചോദിക്കാം. എന്ത് പറയാൻ എൻ്റെ മോളെ, മോക്കറിയാലോ ഇവിടെ വന്നതിന് ശേഷം സമാധാനം തന്നിട്ടുണ്ട് അവറ്റുകൾ രണ്ടുപേരും കൂടെ കൂട്ട്. എൻ്റെ രണ്ട് മക്കൾക്കും ഒരു സമാധാനമില്ല. ഇനിയിപ്പോ സമാധാനം ഉണ്ടാവണമെങ്കിൽ അവനെ ഉണ്ടല്ലോ, ആ അബിയുടെ അമ്മേനെയും കൂടെ ഇവിടെ നിന്ന് അടിച്ചിറക്കേണ്ട വരുമെന്ന് തോന്നുന്നേ. ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ അവര് നന്നാവണം. പെട്ടെന്ന് അതിനോട് പറഞ്ഞു, അത് ഈ കാലത്ത് ഉണ്ടാവും തോന്നുന്നില്ല. അതെനിക്ക് അറിയാം മോളെ. പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ ആ ജലജ കാരണം അബി ഇങ്ങനെ തലതിരിഞ്ഞു പോയത്. അമ്മ അതൊക്കെ വിടമ്മേ, ഇനി എന്തിനാ അതിന്റെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്ക് ആഗ്രഹമുണ്ട് മോളെ, മോൾക്കറിയാലോ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നിങ്ങൾ തമ്മിൽ നന്നായിട്ട് ജീവിക്കണം എന്നുള്ളതല്ലേ. ആ ആഗ്രഹമല്ലേ ഇല്ലാതാക്കി കളഞ്ഞോണ്ടിരിക്കണേ. അപ്പൊ പിന്നെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ഞാനൊരു പെറ്റമ്മയല്ലേ, ഞാൻ പണി കൊടുക്കുന്നുണ്ട്. ഓ അപ്പൊ അമ്മയെല്ലാം നാടകമല്ലേ കളിച്ചോണ്ടിരുന്നത്? നാടകമാണോന്നോ? ഇനിയും ഞാൻ നാടകം കളിക്കാൻ പോകുന്നുള്ളൂ. ശരിക്കും എന്റെ അഭിനയം കണ്ടിട്ട് അവരന്തം വിട്ടു പോണെന്ന് പറയാം. ഈ സമയം നയന ചിരിക്കുവാണ്. പിന്നീട് നവ്യ ഹാളിലിരിക്കുക, ഒരു ബുക്സ് ഒക്കെ വായിച്ചോണ്ടിരിക്കുക. അപ്പൊ കാലൊക്കെ ഇങ്ങനെ ടേബിളിലേക്ക് കയറ്റി വെച്ചോണ്ടാ ഇരിക്കണേ. ഈ കാഴ്ച കണ്ടോണ്ട് അഭിയും ജലജ അങ്ങോട്ട് വരുന്നേ. നോക്കടാ നോക്ക്, നമ്മളെ കണ്ടും വല്ല ബഹുമാനം ഉണ്ടോ നോക്കിയ കാല് കയറ്റി വെച്ചേക്കുന്ന കണ്ടോ?
പെട്ടെന്ന് അഭി എന്നിട്ട് അല്ല നവ്യ, നിനക്ക് എന്നെ ഒരു ബഹുമാനം അല്ലാത്ത, നീ എന്ത് ഇരിപ്പാ ഇരിക്കണെന്ന് ചോദിക്കുക. എന്താ, എനിക്ക് ഇനി ഇരിക്കാൻ പാടില്ലേ? ഓ എന്റെ പൊന്നബി, അവളോട് പറയുന്നേക്കാ ഭേദം വേറെ വല്ല മരത്തിനോടും കുറ്റിയോടും പറയണ. നീ പറയുന്നൊന്നും അവൾ അനുസരിക്കാൻ പോകുന്നില്ല. പെട്ടെന്ന് നവ്യ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടേന്ന് ചോദിക്കുവാണ്. നിന്റെ അമ്മയുണ്ടല്ലോ, നിന്റെ അമ്മ ഞങ്ങളതിനെ പൊളിച്ചെടുക്കാൻ വന്നാണെന്ന് ചോദിക്കുക. പെട്ടെന്ന് നവ്യ ചോദിച്ചു, അതെന്താ നിങ്ങൾ രണ്ടുപേരെന്നാ വല്ല വർക്ക്ഷോപ്പിൽ വേണോന്ന് ചോദിക്കുകയാണ്. വർക്ക്ഷോപ്പിലാ? അല്ല ചോദിക്കുവേതെ, പൊളിച്ചെടുക്കുന്നേ. ഓ അവളുടെ ഒരു തമാശയായിട്ട് അവൾ വന്നേക്കുന്നു. മര്യാദയ്ക്ക് ഇരുന്നോളം പറയണം നിന്റെ അമ്മയോട്, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയണേ. നിങ്ങൾ എന്തും ചെയ്യാൻ പഠിക്കാത്തവരാന്നറിയാം, അതുകൊണ്ടാണല്ലോ എന്റെ അമ്മ നിങ്ങോട്ട് ഒരാ പണി തന്നോണ്ടിരിക്കുന്നേ. മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഇനി ഇങ്ങനത്തെ പണി കിട്ടുമെന്ന് പറയാം. അഭി പറഞ്ഞു, ഇതേ മര്യാദയ്ക്ക് ഇരിക്കണോട്ടോ, നീ ആരോടാ എന്താ പറയണെന്നറിയാവോ? അറിയാം. ഇല്ല, നീ എന്ത് ചെയ്യും? തല്ലുവോ? തല്ലിക്കൊന്ന് കാണട്ടെ. അതൊക്കെ പണ്ട്, ഇനി തല്ലാനെങ്ങാനും ഇങ്ങോട്ട് വാ, തല്ലിയാൻ വന്നിട്ടുണ്ടെന്ന് നീ വിവരം അറിയുമെന്ന് പറയാ. ആ അബിയുടെ വായിക്കാത്ത പിന്നെ നാക്കുണ്ടോന്ന് അറിയത്തില്ല, നാക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പിന്നെ നബി പറഞ്ഞു, ഇത്രയും സമയം കിടന്ന് അലച്ചല്ലേ, ഒരു കാര്യം ചെയ്യാം, എനിക്കൊരു ലെമൺ ജ്യൂസ് ഇങ്ങ് കൊണ്ടുപോവാ. അബി പെട്ടെന്ന് ചോദിച്ചു, ഞാനോ? പിന്നെ അല്ലാതെ വേറെ ആരാ കൊണ്ടുവരുന്നേ? പിന്നെ ഞാൻ ലെമൺ ജ്യൂസ് കൊണ്ടു തന്നാ നീ ഒരു കാര്യം ചെയ്യ, നിന്റെ അമ്മേനെ വിളിച്ചു പറ ജ്യൂസ് കൊണ്ടു തരാനായിട്ട്, എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് പറയാം. മൂർത്തി മുത്തശ്ശൻ ഇത് കേട്ടോണ്ട് അങ്ങോട്ട് വരുന്നേ. ആ എന്താബി, നിനക്കൊരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കും. പെട്ടെന്ന് മുത്തശ്ശൻ, ഞാൻ നിന്നോട് പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ മേലെ ലെമൺ ജ്യൂസ്, നിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയം ഞാൻ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞായിരുന്നു, അവൾക്ക് എന്തേലും ആവശ്യമുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം, നിന്റെ കടമയത്. ഇപ്പൊ വേറെ ആരും വേണ്ട, നിനക്ക് അടുക്കളയ്ക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നവർക്ക് കുഴപ്പമില്ല, ഇവിടെ ജയനും ആദർശം ഇടയ്ക്ക് അടുക്കള കയറാറുണ്ടല്ലോ, പിന്നെ നിനക്കെന്താ പ്രത്യേകത? ഭാര്യയുടെ വയറ്റൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം അറിയാൻ മേലെ, നിന്റെ കുഞ്ഞ് അവളുടെ വയറ്റുള്ളത്. അപ്പൊ ആ കുഞ്ഞ് വളരണമെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം, അവള് പറയുന്ന അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം, മര്യാദയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറയണം. ജലജ പറഞ്ഞു, അച്ഛൻ ഞാന് ഉണ്ടാക്കി കൊടുക്കാം. നീ ഒരു കാര്യം ചെയ്യ, നീയും കൂടെ പൊക്കോ, പക്ഷെ ഉണ്ടാക്കുന്ന അവൻ മതി, പറഞ്ഞു കേട്ടല്ലോ. അവൻ ഉണ്ടാക്കിയത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാനും നോക്കട്ടെ, പോയി ഉണ്ടാക്കി കൊടുക്കണമെന്നും പറഞ്ഞ് മുത്തശ്ശൻ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും കനക ഇവിടെ വന്നേ. എന്താ എന്താ മൂർത്തി സാറെന്ന് ചോദിക്കണം. അല്ല, മോൾ ഒരു ലെമൺ ജ്യൂസ് കഴിച്ചപ്പോൾ അവൾക്കും അവനും ഉണ്ടാക്കി കൊടുക്കാൻ മടി, അത് ഞാൻ പറഞ്ഞ. മൂർത്തി സാറെ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം, വെറുതെ എന്തിനാ അഭിമോനെ? ഇങ്ങനെ വളം വെച്ച് കൊടുക്കരുത്, ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്ന ഇവര് തന്നെ ഉണ്ടാക്കട്ടെ, അവര് പോയി ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ എന്ന് പറയാണ്. അങ്ങനെ മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് പോവാം. ഈ സമയം നവീനെ ജലജ നോക്കി, ജലന്ന് രൂക്ഷമായിട്ടാ നോക്കുന്നത്. അപ്പൊ മുത്തശ്ശൻ പോയിട്ട് അങ്ങ് തിരിഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്കും രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താണ് നീ വീണ്ടും നോക്കുന്നേ? നിനക്കെന്താ ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ? നീ എന്നെ ദഹിപ്പിക്കുന്ന രീതി നവ്യനെ നോക്കിയത്? അല്ല അത് പിന്നെ അച്ഛൻ ഞാൻ നോക്കിയല്ലോ, വെറുതെ കള്ളത്തരം പറയരുത്. ഞാൻ അങ്ങോട്ട് മാറുന്ന സമയത്ത് നീ അവളെ ചീത്ത പറയാണ്ട് തിരിഞ്ഞല്ലേ, എനിക്ക് മനസ്സിലായി നിന്റെ സ്വഭാവം ഇന്നല്ലേ ഞാൻ കാണുന്നേ. മുത്തശ്ശൻ വീണ്ടും അങ്ങോട്ട് തിരിച്ചു വരണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതിന്റെ പേരിൽ എന്തേലും വഴക്കോ പ്രശ്നങ്ങളോ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്നെ കുടുംബത്തെ ഞാൻ വെച്ച് വഴിക്കില്ല, കയറി പോകാൻ പറയണം അങ്ങോട്ട്. ഈ സമയത്ത് അഭി പറഞ്ഞു, ബാമ്മേ നമുക്ക് ലെമൺ ജ്യൂസ് ഉണ്ടാക്കാന്ന് പറഞ്ഞങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ്. പിന്നീട് കനകയോടും നവ്യയോടും മുത്തശ്ശൻ പറഞ്ഞു, അതെ അവളുടെ സ്വഭാവം അറിയാലോ, എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിക്കണം കേട്ടോ. മോൾക്ക് ഇനി എന്തെങ്കിലും ഫുഡ് അങ്ങനെ എന്തെങ്കിലും കാര്യം വേണേ പറഞ്ഞാൽ മതി, ജലജയോടും അബിയോടും പറഞ്ഞാൽ മതി, അവരുണ്ടാക്കി തരട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് പോവാണ്. കനയ്ക്കും നവ്യയ്ക്കും നല്ല സന്തോഷമായി. അങ്ങനെ അടുക്കളയിൽ പോയി ദേഷ്യപ്പെട്ട ജലജ നിൽക്കുന്നത്. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾ അധികം വൈകാതെ തന്നെ ഈ അനന്തപുരി തറവാട്ടിലെ മഹാറാണിയാവുന്ന എനിക്ക് തോന്നുന്നേ. എന്റെ അമ്മ എന്ത് ചെയ്യാനാ, ഇപ്പൊ നമ്മുടെ അവസ്ഥ ഇതായി പോയില്ലേ, ഒരവസ്ഥ പോലും അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മ ഇതൊന്നും ഉണ്ടാക്കമ്മ എനിക്ക് അറിയത്തില്ല. അതേടാ, ഞാൻ തന്നെ എല്ലാം ഉണ്ടാക്കാം, അതാണല്ലോ എന്റെ വിധി, പറഞ്ഞിട്ട് കാര്യമില്ല. നീ പെണ്ണ് കെട്ടിക്കൊണ്ടത് ഇങ്ങനെ ഒരുത്തീനെ ആണല്ലോടാ, വേറെ ആരെ കൊണ്ടുവന്നാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, തള്ളയ്ക്കും മക്കൾക്ക് കൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയാ വന്നിരിക്കുന്നത്. എന്റെ കഷ്ടകാലം, അല്ലാതെ എന്ത് പറയാനാ. നിനക്കറിയാം അബി, ഇതിനു മുമ്പ് അവർ ഇവിടെ വന്ന് നിന്നപ്പോഴും പല അഭ്യാസങ്ങളും എൻ്റെ അടുത്ത് നടത്തിയതാ. അന്നൊക്കെ തന്നെ കടിച്ചു പിടിച്ചാ നിന്നേ, പക്ഷെ ഇപ്പൊ തന്നെ കണ്ടില്ല, ഞാനോടത്ത് അതോടുകൂടി പോയെന്ന് ഓർത്തെ. അവളുടെ വയറ്റ് കുഞ്ഞില്ലെന്ന് അറിഞ്ഞപ്പോ ആ ഒരു പോക്ക് പോയപ്പോ ഇനി വരത്തില്ലെന്ന് ഓർത്തെ. എല്ലാത്തിനും കാരണക്കാരൻ നീയാ, നീ ഒറ്റ ഒരുത്തൻ കാരണ പിന്നെ അവരിങ്ങോട്ട് വരണ്ട വന്നേ. എൻ്റെ അമ്മ ആ വിഷയം വിട്, ഇപ്പൊ അതൊന്നും അല്ലല്ലോ പ്രശ്നം. എടാ അബി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് വഴികൾ നോക്കണം. അമ്മ എന്ത് ചെയ്യാൻ പറ്റും, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ അതിനെ അങ്ങ് നശിപ്പിക്കുവാണെങ്കിൽ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവും. അമ്മ ഉദ്ദേശിക്കുന്നവരെ അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, അറിയാലോ അമ്മയ്ക്ക്. അങ്ങനെ എന്തേലും ചെയ്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും വീടിന് പുറത്താവും, മുമ്പത്തെ പോലെ അല്ല. പെട്ടെന്ന് അഭിയോജിച്ചു, അല്ല അമ്മയ്ക്ക് ഇപ്പോൾ ഈ വീട്ടിൽ ഒരു സ്ഥാനമില്ലേ, അമ്മ ഇവിടുത്തെ മകളാന്ന് പറഞ്ഞാണല്ലോ ഇരിപ്പ്,
അതേടാ പറച്ചില് മാത്രമേ ഉള്ളൂ, പക്ഷെ അല്ലാത്ത രീതിയിലൊന്നുമില്ല. ഈ ഇടയായിട്ട് എന്താണെന്നറിയത്തില്ല, എന്നെ ആർക്കും കണ്ണെടുത്താൽ കാണത്തില്ല. അഭി പറഞ്ഞു, എല്ലാം അവള് വന്നതിന് ശേഷമുള്ള ഇതാ. ആ നയനെന്ന് പറയുന്നവൾക്കവിടെ അത്രയും പോലും സ്ഥാനം അമ്മയ്ക്ക് ഇവിടെ ഇല്ലല്ലോ. പറച്ചില് മാത്രമേ ഉള്ളൂ സ്ഥാനം, അല്ലാതെ വേറൊരു കാര്യത്തിൽ സ്ഥാനമില്ല എന്ന് പറയാം. അതെനിക്ക് അറിയാടെ മോനെ. ഒരു ദിവസം ഞാൻ എല്ലാത്തിനെയും ഇറക്കി വിടുന്നുണ്ട്, ഒരു ശുദ്ധികലശം തന്നെ നടത്തുന്നുണ്ട്. ശരിക്കും ഞാനാണെന്ന് അവൾക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ദേഷ്യപ്പെട്ട് ജ്യൂസ് എടുക്കുവാണ്. അങ്ങനെ ഈ സമയത്ത് നവിയും കനയും കൂടെ പുറത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. സിറ്റ് ഔട്ടിൽ വന്നിട്ട് കന പറഞ്ഞു, മോൾക്കറിയാലോ നിന്റെ അനിയത്തി എത്രമാത്രം ഈ വീട്ടിൽ വിഷമിക്കുന്നുണ്ടായിരുന്ന എനിക്കറിയാം. ഞാൻ ഒരു പക്ഷേ ഇത്രയും കാലം അവളിവിടെ ഉണ്ടായിരുന്നെങ്കിലും അവളെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ എൻ്റെ കാര്യം, എൻ്റെ സുഖവും സന്തോഷം മാത്രമേ ഓർത്തിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴാ എത്രയോ പാവമായിരുന്നു അവൾ അറിഞ്ഞേ. അവൾ എത്രമാത്രം ഇവിടെ വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിയണേ. ഇനിയെങ്കിലും മോളെ അവൾ എന്നെ കൈവിടരുത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. അതൊക്കെ ശരിയമ്മേ, പറച്ചില് മാത്രമല്ല എല്ലാ കാര്യത്തിലും നീ അവളോടൊപ്പം ഉണ്ടായിരിക്കണം. നബിയോട് ശരിയാ, അവള് പ്രായം കൊണ്ട് എൻ്റെ അനിയത്തിയാണെങ്കിലും പക്ഷെ അല്ലാതെ ബാക്കിയെല്ലാം ചെയ്യുന്ന കാര്യത്തിലല്ല എൻ്റെ ചേച്ചി. എല്ലാ കാര്യത്തിലും എനിക്ക് ഉപദേശം തരുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാ. ഞാൻ അവളെ ഇനി ചേച്ചി ആയിട്ടുണ്ട് അങ്ങനെ പെരുമാറിക്കോളാന്ന് പറയാ. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജ്യൂസുമായിട്ട് അബി വരുന്നേ. ഇന്നാ ജ്യൂസ് എന്നും പറഞ്ഞ് കൊടുക്കുക. ലെമൺ ജ്യൂസ് അങ്ങനെ കൊടുക്കുക. ലെമൺ ജ്യൂസ് മേടിച്ച് ഇത്ര ടേസ്റ്റ് ചെയ്ത് നോക്കി. ഈ ഇതിനെന്ത് ഉപ്പാ, ഇതിനകത്ത് നിറച്ച് ഉപ്പാണല്ലോന്ന് പറയണ. എല്ലാം ഉപ്പ് പാകത്തിനുള്ളൂ. ദേബി ഇത് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ, അമ്മ ഒന്ന് കുടിച്ചു നോക്കാൻ പറയാണ്. കനകി ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഇതെന്തൊരു ഉപ്പാ അഭിമാനിയത. ഓ മനഃപൂർവ്വം അപ്പം ദേഷ്യം കാണിച്ചല്ലേ. പെട്ടെന്ന് നവ്യ പറഞ്ഞു, അതെ എനിക്കിത് വേണ്ട, എനിക്ക് വേറൊന്നും എടുത്തോണ്ട് വരാൻ പറയാണ്. നീ എന്താ നവ്യെ പറയണേ? ഒരു കാര്യം ചെയ്ത് നിന്റെ പാകത്തിനുള്ളതൊക്കെ കിട്ടണമെങ്കിൽ നീ നിന്റെ അനിയത്തിയോട് പറ, അല്ലെങ്കിൽ നിന്റെ അമ്മയോട് പറ എടുത്തോണ്ടേ. ഓ അങ്ങനെയാണോ? അന്നൊരു കാര്യം ചെയ്യാം, ഞാൻ മുത്തശ്ശനെ പോയി വിളിക്കാം, മുത്തശ്ശനോട് പറയാന്ന്. ഓ വേണ്ട, നിനക്ക് ഞാൻ കൊണ്ടുതരാൻ പോരെ. ഇതേ ഇങ്ങനെ മനുഷ്യനെ ഇട്ട് ബുദ്ധിമുട്ടിക്കല്ലോ കേട്ടോ നവ്യ, ഒരു പരിധിയുണ്ട്. ആഹാ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ നിനക്ക് അറിയാല്ലേ എന്ന് ചോദിക്കണം. അപ്പൊ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അടുക്കളയിലേക്ക് പോവാണ്. ഈ സമയം ജലജയൻ നവ്യെ നോക്കി ചിരിക്കുവാണ്. ജലജയല്ല, കനകൻ നവ്യെ നോക്കി ചിരിക്കുവാണ്. അങ്ങനെ അടുക്കളയിലേക്ക് എന്നപ്പോ ചോദിച്ചു, എന്താടാ ഒരു ജ്യൂസ് കൂടെ വേണമെന്ന് പറയാ. ഒരു ജ്യൂസോ? എന്താ അവളുടെ അമ്മയ്ക്കും വേണം, എന്നെ കൊണ്ടും പറ്റില്ല, നീ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ. അതല്ലമ്മേ, ആ ജ്യൂസിന് ഉപ്പ് കൂടുതലാന്ന്. ഉപ്പ് കൂടുതലോ? അതെ, എന്നാ ഒരു കാര്യം ചെയ്യും, എന്റെ മോൻ ഇവിടെ തന്നെയാണെന്ന് ഉണ്ടാക്കിയോ. അമ്മ എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. ഉണ്ടാക്കാൻ അറിയത്തില്ല നീ ഇങ്ങനെ ഉണ്ടാക്കി പഠിക്കുന്നേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ അധികം വൈകാതെ നീ ഇവിടെ മിക്കവാറും അടുക്കള പാചകക്കാരനായിട്ട് മാറും. നിന്റെ കമ്പനിയിൽ നിന്നുള്ള ജോലിയും പോവും. അവസാനം പറയും നീ അടുക്കള കയറി പാചകം ചെയ്തുകൊണ്ടിരുന്നോളാൻ പറയും. അതിനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അമ്മ ഇങ്ങനെ ഒന്നും പറയരുത്. പിന്നെ എങ്ങനെ ഇങ്ങനെ പറയാതെ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നേ? കണ്ടില്ലേ അവറ്റകളുടെ അഹങ്കാരം കണ്ടില്ലേ? ഇത് മനഃപൂർവ്വം നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാനാന്ന് പറയാ. ഒരു കാര്യം ചെയ്യുന്നേ ഉണ്ടാക്കാൻ പറയാണ്. അങ്ങനെ അഭി വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങണം. അഭിക്ക് അങ്ങ് സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. മുത്തശ്ശൻ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തങ്ങളുടെ സ്ഥാനം ഇവിടുന്ന് പുറത്താണെന്നറിയാം. അതുകൊണ്ട് ഒരു മിണ്ടാതെ നിന്ന് ഉണ്ടാക്കുവാണ്. ഈ സമയത്ത് നന്ദു ഇങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു. അപ്പൊ ഗോവിന്ദൻ വന്നിട്ട് നന്ദുവിന്റെ അടുത്തേക്ക് വേണ്ടി നന്ദൂട്ടാ, പഴയതുപോലെയല്ല, അമ്മ ഈ വീട്ടിലില്ല, നിനക്കറിയാലോ, നീ ഒറ്റയ്ക്കാ കിടപ്പൊക്കെ. ആ സമയത്ത് ചിലപ്പോൾ രാത്രി ചിലപ്പോൾ അഭി വിളിച്ചെന്നിരിക്കും. അല്ല അഭി അല്ല സോറി, അനി വിളിച്ചെന്നിരിക്കും. ആ സമയത്ത് നീ കോളൊന്നും എടുക്കരുത് കേട്ടോ എന്ന് പറയണം. എന്താ വെച്ചാ അങ്ങനെ? നിനക്കറിയാലോ പ്രായപൂർത്തിയായ പെൺകുട്ടിയാ നീ. ആൺകുട്ടികളെക്കാൾ ഈ പ്രായത്തിൽ സൂക്ഷിക്കേണ്ട പെൺകുട്ടികളെയാണ്. കാരണം അവരുടെ മനസ്സിൽ പല പല ചാഞ്ചാട്ടങ്ങളും ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്. രാത്രി അങ്ങനെ ഫോൺ എടുത്ത് സംസാരിക്കുന്നത് ശരിയല്ല. പോരാത്തന് അനിയുടെ കല്യാണം നടക്കാൻ പോവല്ലേ. അമ്മയില്ലാത്തോണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നേ, മനസ്സിലായ മോൾക്കെന്ന് ചോദിക്കണം. എനിക്കറിയാം അച്ഛാന്ന് പറയണം. അപ്പോഴാണ് കനകയുടെ കോള് വരുന്നേ ഗോവിന്ദന്റെ ഫോണിലേക്ക്. ആഹാ കനകയാണല്ലോ. അല്ല എന്താ കനക വിശേഷങ്ങള്? ഇവിടെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റി? ഭയങ്കര സന്തോഷത്തിലാണല്ലോ നീ. ഒന്നുമില്ല, ഇവിടെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാ. പിന്നെ നബിമോൾക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറയാ. മാറ്റം? അതെ അതെ, അവളുടെ മാറ്റവും നീ കണക്കാക്കണ്ട, നിനക്കറിയാവുന്നതാണ് അവളുടെ സ്വഭാവം. അങ്ങനെയല്ല ഗോവിന്ദേട്ടാ, പഴയ പോലെ അല്ല നയനമോളുടെ പെരുമാറ്റം. നല്ല രീതിയിൽ തന്നെയാ. ദേ അവൾ എപ്പോഴാ മാറുന്നു പറയാൻ പറ്റും, ഊന്നിന്റെ സ്വഭാവമാ. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് നീ സന്തോഷിക്കണ്ട. ഇതങ്ങനെയൊന്നും അല്ല, എല്ലാ തവണത്തെയും പോലെ അല്ല. അവളുടെ സ്വഭാവം കണ്ടാൽ നമുക്കറിയാൻ മേലെ. ചിലപ്പോൾ ഈ ഗർഭിണിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അതിന്റെ സന്തോഷം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ. ഈ മാറ്റമൊക്കെ നല്ലതാ എന്ന് പറയാണ്. പെട്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞ് മാറുവാണെങ്കിൽ അവക്ക് കൊള്ളാം. അല്ല നന്ദൂട്ടൻ ഇല്ലേന്ന് ചോദിക്കണം. ഇവിടെ ഉണ്ട് കൊടുക്കാന്ന് പറയാണ്. അങ്ങനെ നന്ദുവിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ്. നന്ദുമനെ എന്നാ ഉണ്ട്, സുഖമാണെന്ന് ചോദിക്കും. കുഴപ്പമില്ലമ്മേ. അതെ ഒരു അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാം ഓർമ്മയുണ്ട്. അല്ലേ തന്നെ ഇവിടെ അച്ഛന്റെ ഭാഗം ഉപദേശമായിരുന്നു. ഇനിയിപ്പൊ അമ്മയും കൂടെ തുടങ്ങിക്കോളാൻ പറയാ. അല്ല മോളെ, മോക്കറിയാലോ അമ്മ ഇവിടെയാണെങ്കിലും അമ്മയുടെ മനസ്സ് മൊത്തം നിന്റെ അടുത്തുണ്ട്. ആ ഒരു ചിന്ത വേണമെന്ന് പറയാ. എല്ലാം ഉണ്ട് ശരി എന്നാ വെച്ചേക്കാൻ പറയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോ വീണ്ടും
ഉപദേശിക്കുകയാണ് ഗോവിന്ദൻ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മോളുടെ ചേച്ചി അവിടെ ഉണ്ട്. ഒരു ചേച്ചിയില്ല, രണ്ട് ചേച്ചിമാരുണ്ട്. ഒരു പക്ഷേ നയന ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാലോ. ഒരു കാരണവശാലും മോളെ സപ്പോർട്ട് ചെയ്യത്തില്ല. ആ കാര്യത്തില് മോളെ സപ്പോർട്ട് ചെയ്യുന്നിടത്ത് മോൾ ഇരിക്കുകയും വേണ്ട. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം മനസ്സിൽ നിന്ന് കളഞ്ഞേക്കാൻ പറഞ്ഞ് ഗോവിന്ദനും കൂടി പോവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നന്ദു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.